ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയം രണ്ടാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. സന്ധിവിച്ഛേദം നോക്കാം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹുചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവ ആർത്തിച്ഛിദം. വലിയ സമസ്ത പദമാണ് ആദ്യം കാണുന്നത്. അനേകം അർത്ഥമുള്ള പദങ്ങളെ ചേർത്ത് വലിയൊരു പദമാക്കി എടുത്തിരിക്കുന്നു. അതാണ് സമസ്ത പദം. നമുക്കതൊന്ന് നോക്കാം. കേയൂര അംഗദ കങ്കണ ഉത്തമ മഹാ രത്ന അങ്കുലീയ അങ്കിത ശ്രീമത്ത് ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖ അരി പങ്കേരുഹാം കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത്ത് പീത അംബര ആലംബിനീം വിമല അംബുജ ദ്യുതി പദാം ആർത്തിച്ഛിദം. പദം ഓരോന്നും മനസ്സിലാക്കുമ്പോൾ നമുക്ക് വായന എളുപ്പമാകും. അർത്ഥം നോക്കാം. ഭഗവാനെ വർണ്ണിക്കുകയാണ്. ഒന്നാമത്തെ ശ്ലോകത്തില് കേശാദിപാദ വർണ്ണന തുടങ്ങി. ഭഗവാന്റെ മുഖമെല്ലാം കണ്ടു. മുഖത്തു നിന്ന് കണ്ഠത്തിലെ കൗസ്തുഭരത്നം കണ്ടു. ഇതാ അടുത്തത് കേയൂരാംഗദ കങ്കണോത്തമ മഹാ രത്നാംഗുലീയാംഗിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം. കേയൂരങ്ങള് അതായത് തോൾവളകള്, അംഗദങ്ങള് കൈത്തണ്ടിലുള്ള വളകള്, കങ്കണങ്ങള് കൈവളകള്, ശ്രേഷ്ഠങ്ങളായ മറ്റ് വളകള്, പിന്നീട് ആ വളകളിലൊക്കെ വിലയേറിയ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. രത്നങ്ങൾ പതിച്ച അങ്കുലീയം അതായത് മോതിരങ്ങള് വിരലുകളിൽ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അതായത് വിലയേറിയ രത്നങ്ങൾ പതിച്ച അങ്കുലീയങ്ങളാൽ അങ്കിതമായത് അടയാളപ്പെടുത്തപ്പെട്ട ശ്രീമദ് ബാഹു ചതുഷ്ക മഹത്തായ ശ്രീമത്തായിരിക്കുന്ന എല്ലാവരെയും കാരുണ്യം കൊണ്ട് ചേർത്തണയ്ക്കുന്ന ബാഹുക്കളാണ് ഭഗവാന്റേത്. ആ 4 തൃക്കരങ്ങളോട് ചേർന്ന് ആ തൃക്കരങ്ങളിൽ എന്താണ് ധരിച്ചിരിക്കുന്നത്? ഗദാ, ശംഖം, അരി അതായത് ചക്രം, പങ്കേരുഹം താമരപ്പൂവ് ഇത്രയും ധരിച്ചിട്ടുണ്ട്. പങ്കത്തിൽ നിന്ന് മുളച്ചു വന്നതുകൊണ്ട് പങ്കേരുഹം, പങ്കം ചെളി. എന്താണ് ഈ താമരപ്പൂവിനെ എപ്പോഴും ഭഗവാന്റെ തൃപ്പാദപത്മങ്ങള്, തൃക്കരങ്ങള് ഒക്കെ വർണ്ണിക്കുമ്പോൾ താമരപ്പൂവിനെ ചേർത്ത് വയ്ക്കും. ഭഗവാന്റെ ഭക്തൻ ഗജേന്ദ്രൻ കൊടുത്തതാണ് താമരപ്പൂവ്. അത് നിൽക്കട്ടെ. താമരപ്പൂവിന് വല്ലാത്തൊരു നൈർമല്യമാണ്, ഭംഗിയുണ്ട്. ചേറിലാണ് അത് വിടരുന്നതെങ്കിൽ കൂടി ചേറ് അതിനെ ബാധിക്കുന്നതേയില്ല. അപ്പോ ഈ സംസാരത്തിൽ എങ്ങനെ വർത്തിക്കണം എന്നാണ് ഈ താമരപ്പൂവ് നമുക്ക് കാണിച്ചു തരുന്നത്. താമരപ്പൂവില് വെള്ളത്തുള്ളികൾ പതിച്ചാൽ അത് ഒഴുകി താഴേക്ക് പോകും, അതിലൊട്ടി നിൽക്കത്തില്ല. അതേപോലെ
സംഘരഹിതരായിട്ട് വർത്തിക്കണം. എല്ലാറ്റിലും ചേർന്നിരിക്കുന്നു. പക്ഷെ ആ ചളി ആ താമരപ്പൂവിനെ ബാധിക്കാത്തതുപോലെ നമ്മയും ബാധിക്കരുത്. ഒന്നിലും ഒട്ടി നിൽക്കുവാൻ പാടില്ല, സംഘം പാടില്ല. അതാണ്. അപ്പോ കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനിയും, സ്വർണം കാഞ്ചനം, ആ കാഞ്ചന കാഞ്ചി പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായി ശോഭിച്ചു നിൽക്കുന്ന പീതാംബരം മഞ്ഞ പട്ടുടയാട ചാർത്തിയിരിക്കുന്നതും. പീതാംബരം ഛന്ദസ്സിന്റെ പ്രതീകമാണെന്നാണ്, വേദത്തിന്റെ പ്രതീകമാണെന്ന് ആചാര്യന്മാർ പറയും. വിമലാംബുജ ദ്വിതിപദാം, വിമലം നിർമ്മലം തന്നെ, നിർമ്മലമായ അംബുജം താമരപ്പൂവ്, താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളോട് കൂടിയതും, ഒന്നിലും ഒട്ടലില്ലാതെ നൈർമല്യമാണ്, നൈർമല്യവും സംഘരഹിതവുമാണ് ആയ ആർത്തിച്ചിതം, എല്ലാ ദുഃഖങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതായ കാഞ്ചിത്, ഭഗവാനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധിക്കാത്തതായിരിക്കുന്ന തവമൂർത്തിം, അങ്ങയുടെ ഈ ദിവ്യ വിഗ്രഹത്തെ അഹം ആലംബേ, ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഭഗവാന്റെ ആ തിരുരൂപത്തെ കേശാദിപാദം ഇതാ ആദ്യമേ വർണ്ണിച്ച് ഭക്തന് ധ്യാനത്തില് ധ്യാനിക്കുവാൻ പാകത്തിന് പകർന്നു തന്നിരിക്കുകയാണ്. എന്തിനിപ്പോ ആദ്യം തന്നെ നമുക്ക് ഏതൊരു ശാസ്ത്രം പഠിക്കണമെങ്കിലും അവശ്യം വേണ്ടത് ശ്രദ്ധയാണ്. ഗുരു വേദാന്തവാക്യാദിഷു വിശ്വാസ ശ്രദ്ധ, നാം എപ്പോഴും അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗുരുവിലും വേദാന്തവാക്യങ്ങളിലുമുള്ള വിശ്വാസം, ഈശ്വരനിലുള്ള വിശ്വാസം, ശാസ്ത്രത്തിലുള്ള വിശ്വാസം, ഗുരുവിലുള്ള വിശ്വാസം, അവനവനിൽ തന്നെയുള്ള വിശ്വാസം. ആ ശ്രദ്ധ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സ് ചഞ്ചലമാണെങ്കിൽ സാധ്യമല്ല. മനസ്സ് ഏകാഗ്രമാകണം. ഏകാഗ്രമായ മനസ്സിലല്ലേ ധ്യാനം ഉറയ്ക്കുകയുള്ളൂ, ആ മനസ്സിലല്ലേ പാഠങ്ങൾ ഉറയ്ക്കുകയുള്ളൂ. അപ്പോൾ മനസ്സ് സൂക്ഷ്മമായിട്ട് ഈ ശാസ്ത്ര തത്വങ്ങളെ ഉൾക്കൊള്ളാൻ പാകത്തിനാകണമെങ്കിൽ മനസ്സ് ഏകാഗ്രമാകണം. അപ്പോൾ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക്, മനസ്സ് എങ്ങോട്ടാ പോണേ? എല്ലാ പ്രപഞ്ച വിഷയങ്ങളിലേക്കും മനസ്സ് ഓടി നടക്കും. അതിനൊരു ചെറിയ ദൃഷ്ടാന്തം നമ്മുടെ ആചാര്യൻ പറഞ്ഞു തരും. അത് പറഞ്ഞു തരട്ടെ. മനസ്സ് ഒരു ഭൂതത്തെ പോലെയാണത്രേ. അത് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ചിന്തിച്ചിങ്ങനെ പലതിലും ഓടി നടക്കും. ഒരു കർഷകനുണ്ടായിരുന്നു, ദരിദ്രനായിരുന്നു. അപ്പോൾ അദ്ദേഹം എങ്ങനെയും കുറച്ച് ധനം സമ്പാദിക്കണം, കുടുംബമുണ്ട്. അദ്ദേഹം അറിഞ്ഞു അടുത്ത ഗ്രാമത്തിൽ ഒരു ദിവ്യനുണ്ട്. ആ ദിവ്യനോട് ചോദിച്ചാൽ എന്തെങ്കിലും മന്ത്രം തരും. ആ മന്ത്രം ജപിച്ചാല് തീർച്ചയായിട്ടും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. അങ്ങനെ ദിവ്യന്റെ അരികിലേക്ക് പോയി. അപ്പോ ആ ദിവ്യൻ അങ്ങ് ഭൂതത്തെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ? ഭൂതം എല്ലാം നമ്മൾ എന്താഗ്രഹിച്ചാലും കിട്ടുന്ന ആ നേടിത്തരുന്ന ഭൂതം, കുട്ടിക്കാലത്തെ കഥകളിൽ നമുക്കറിയുന്നത്. അപ്പോ ആ ഭൂതത്തിനെ കൊണ്ട് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി തരണം. അപ്പോ ആ ദിവ്യൻ പറഞ്ഞു, ഹേയ്, ആ ഭൂതം ഒടുവിൽ ദുഃഖകാരണമായി തീരും. പക്ഷെ എനിക്ക് സഹിക്കുന്നില്ല, ഈ ദാരിദ്ര്യം സഹിക്കുന്നില്ല. അങ്ങനെ ശരി, ഭൂതത്തിനെ ഈ കർഷകന്റെ കൂടെ പറഞ്ഞു വിടാൻ തയ്യാറായി. ഒരു നിബന്ധന വെച്ചു, ഈ ഭൂതത്തിന് എന്തെങ്കിലും പണി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ആ ആളിനെ തന്നെ പിടിച്ച് വിഴുങ്ങിക്കളയും. ശരി, അതെല്ലാം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഭൂതത്തിനെ മന്ത്രം ജപിച്ച് വരുത്തി കൊണ്ടുപോയി. മന്ത്രം ജപിച്ചു, ഭൂതം വന്നു. മന്ത്രം പറഞ്ഞു കൊടുത്തു, അതാണ്. ആ മന്ത്രം ജപിച്ചു, ഭൂതം വന്നു. അതിന് എന്ത് നിമിഷം കൊണ്ട് അതിനോട് ആഹാരം ചോദിച്ചാൽ കൊടുക്കും, വസ്ത്രം ചോദിച്ചാൽ കൊടുക്കും, വീട് ചോദിച്ചാൽ കൊടുക്കും. അങ്ങനെ എല്ലാമായി നിമിഷം കൊണ്ടാണ് ഒന്ന് ചോദിക്കുന്നു, അപ്പോ കൊടുക്കുന്നു. ഒടുവിൽ ഭൂതം പണി തരൂ എന്ന മട്ടില് ഇദ്ദേഹത്തെ പിടിച്ചു വിഴുങ്ങാറായി. ഓടിപ്പോയി ആ ദിവ്യന്റെ
ആ പാദങ്ങളിൽ ശരണം പ്രാപിച്ച് ഞാൻ എന്താ ചെയ്യാ? എടോ, തന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ, താനൊരു കാര്യം ചെയ്യ, ആദ്യം പോയി തൻ്റെ ആ വീട്ടിന്റെ മുമ്പിൽ ഒരു പോസ്റ്റ് സ്ഥാപിക്കുക. അത് പറയേ ഭൂതത്തോട്. അങ്ങനെ ശരി, എന്നാൽ പോയി ആ പോസ്റ്റ് സ്ഥാപിച്ചിട്ട് ഈ ഭൂതത്തിനോട് അതില് കയറി ഇറങ്ങാൻ പറയ. അതേപോലെ പോയി ഭൂതത്തിനോട് പറഞ്ഞു, ഇവിടെ ഒരു പോസ്റ്റ് സ്ഥാപിക്ക. അപ്പൊ ഒരു വലിയ പോസ്റ്റ് സ്ഥാപിച്ചു. ഇനി ഇതിൽ കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, അങ്ങനെ ചെയ്യ. അപ്പോ ഈ ഭൂതത്തിന് അതൊരു വലിയ പണിയായില്ലേ? ഇനി എന്തേലും പണി വേണമോ? അതേപോലെയാണ് മറ്റുള്ളതിനെ ഒക്കെ സർവനാശത്തിനായിക്കൊണ്ട് പിടിച്ചു വിഴുങ്ങുവാൻ പാകത്തിന് ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്ന, ദുഷിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ഒരു ഭൂതം പോലെയാണ്. ആ ഭൂതത്തിന് ഭഗവാന്റെ നൈർമല്യമുള്ള ഈ തിരുവിഗ്രഹത്തിലെ ഒന്ന് കേശാദിപാദം പാദാദി കേശം ധ്യാനിക്കുവാൻ ഭാഗ്യമുണ്ടായാൽ മനസ്സടങ്ങുകയായി. മനസ്സടങ്ങിയാൽ പിന്നെ എല്ലാം നമുക്ക് കരഗതമാകും. അതിനു വേണ്ടിയിട്ടാണത്രേ ഈ ധ്യാനം. നമുക്ക് എപ്പോ നമ്മുടെ മനസ്സ് ചഞ്ചലമാകും, അപ്പൊ ഭഗവാന്റെ ആ ദിവ്യമൂർത്തിയെ നമ്മുടെ ഹൃദയത്തിലേറ്റി ധ്യാനിക്കുവാൻ സാധിക്കണം. അത് സാധിക്കാനാണ് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത് അത്രേ. ഈ 2 ശ്ലോകങ്ങളും നാരായണീയത്തിലെ ഉപനിഷത്ത് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ആചാര്യൻ പറയും. അതായത് ഭഗവാനെ നമുക്ക് അടുത്ത് കിട്ടും ഈ ധ്യാനത്തിലൂടെ. ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.